ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 150. നമ്മൾ ഇപ്പോൾ 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ 5, 6, 7, 8 ഈ മന്ത്രങ്ങളാണ് നോക്കുന്നത്. നമുക്ക് കഴിഞ്ഞതിൽ കണ്ടതിനെ പറ്റി ആദ്യം ഒന്ന് പറയാം. നചികേതസിൻ്റെ പിതാവ് ഒരു യാഗം നടത്തുന്നു. ആ യാഗത്തിൽ അങ്ങേർക്ക് ഉപയോഗമില്ലാത്ത പശുക്കളെയാണ് ദാനം ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉപനിഷത്ത് പ്രകാരം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏതാണോ അതാണ് ദാനമായിട്ട് കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ളത് അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇയാൾ കൊടുക്കുന്നത് ഒരു ആവശ്യവും ഒന്നും വേണ്ടാതെ, പുല്ല് പോലും പറിച്ചു തിന്നാൻ പറ്റാത്ത പശുക്കളെ. അപ്പം മകനിത് നചികേതസ് കണ്ടിട്ട് അച്ഛൻ ഈ ചെയ്യുന്നത് പാപമാണ്, അതുകൊണ്ട് പാപത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ തീരുമാനിക്കുന്ന അച്ഛന് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ഏതാണ്? മകനാണ്. മകന് വേണ്ടിയാണ് നല്ല പശുക്കളെല്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, എന്നെ ആർക്കാണ് കൊടുക്കുന്നത്? കാരണം ഏറ്റവും ആവശ്യപ്പെട്ടതല്ലേ കൊടുക്കേണ്ടത്, അത് ഇഷ്ടപ്പെട്ടതല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ എന്നെയല്ലേ ഏറ്റവും ഇഷ്ടം, അതാർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് ദേഷ്യം പിടിച്ചത് മൃത്യുവിന് എന്ന് പറയുന്നത്. അപ്പം മൃത്യുവിനെന്ന് പറഞ്ഞപ്പോൾ അവനറിയാം ഇത് അച്ഛൻ ചിലപ്പോൾ ചോദിച്ച ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. എങ്കിലും മകൻ്റെ ധർമ്മമാണ് അച്ഛൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. ഉത്തമ മകൻ്റെ ധർമ്മമാണ് അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുക. അപ്പം അച്ഛൻ പറഞ്ഞല്ലോ, പ്രത്യക്ഷമായിട്ട് എന്ത് കാരണം കൊണ്ട് പറഞ്ഞാണെങ്കിലും മൃത്യുവിന് കൊടുക്കാണല്ലോ. അപ്പം മൃത്യുദേവൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അപ്പം അച്ഛനോട് പറയാൻ പോകുമ്പോൾ ചിലപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും പറഞ്ഞല്ലോ, ഇഷ്ടപ്പെട്ട് പറഞ്ഞാണെങ്കിൽ പോടുമെന്ന് പറയും. അതല്ല, ദേഷ്യം കൊണ്ടോ എന്തോ പറഞ്ഞായിരിക്കുമല്ലോ. അപ്പം അതിന് ചില വകുപ്പുകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് മകൻ അച്ഛനെ സമീപിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ആറ് പറയുന്നതെന്ന് നോക്കാം. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരേ സസ്യമിവ മർത്യ പച്യതേ സസ്യമിവ ജായതേ പുനഃ. പിതാവേ, നമ്മുടെ പിതാമഹന്മാരായ പൂർവികന്മാരുടെ ആചരണങ്ങളും ഇന്നത്തെ ശ്രേഷ്ഠ പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങളും ഗ്രഹിക്കുക. അവർ അസത്യ ആചരണങ്ങൾ ഒരിക്കലും അനുഷ്ഠിച്ചിട്ടില്ല. അസത്യാചരണങ്ങളിൽ കഴിയുന്നവർ മരണ സ്വഭാവക്കാരാണ്. അവർ കർമ്മവശാൽ പുനർജന്മമെടുക്കും. അതിനാൽ അങ്ങയുടെ ആഗ്രഹം സത്യം പാലിക്കാൻ എന്നെ അനുവദിക്കുക. അങ്ങനെ അവൻ യമരാജ്യത്തേക്ക് പോയി. യമരാജൻ അവിടെ ഇല്ലായകയാൽ അവൻ 3 ദിവസം അന്നവും ജലവും കഴിക്കാതെ കഴിഞ്ഞു. യജമാനൻ വന്നപ്പോൾ പത്നി പറയുന്നത്, പിതാവേ, നമ്മുടെ പിതാമഹന്മാരെല്ലാം പൂർവികരെല്ലാം എന്താണ് ആചാരങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിച്ചവരാണ്. അതായത് ആചാരങ്ങൾ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി നമ്മളെ പൂർവികരെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളും അത് ചെയ്യാൻ അതുകൊണ്ട് ബാധ്യസ്ഥരാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ ജനം മുഴുവൻ കുറ്റം പറയും. കാരണം അവരെ പൂർവികരെല്ലാം ചെയ്ത് ഇപ്പം നമ്മളായിട്ട് മോശം ചെയ്യുന്നു. അപ്പോൾ അവരുടെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അവർ അസത്യ ആചരണങ്ങൾ ഒരിക്കലും അനുഷ്ഠിച്ചിട്ടില്ല. അസത്യമായ കളവായിട്ടുള്ള ആചരണങ്ങൾ, അതായത് ഇതേമാതിരി ആവശ്യമില്ലാത്ത സാധനങ്ങൾ പൊട്ടിക്കൊടുക്കുക, ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ അന്നുള്ളവരെല്ലാം കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. അർഹതപ്പെട്ട വാക്കേ, അത് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റുന്ന വാക്കേ പറയുള്ളൂ. അപ്പോൾ അച്ഛനിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, മകനെ മൃത്യുവിനാണ് കൊടുക്കുക. അപ്പം പിന്നെ ആ വാക്ക് പാലിക്കേണ്ട ഉത്തരവാദിത്തം അച്ഛനുമുണ്ട്. ആ നിലയിലാണ് പറയുന്നത്. അസത്യാചാരങ്ങളിൽ കഴിയുന്നവർ മരണ സ്വഭാവക്കാരാണ്. അവർ അസത്യമെല്ലാം പറയുന്നതെല്ലാം മരണ സ്വഭാവക്കാരാണ്. അവർ കർമ്മവശാൽ പുനർജന്മപ്പെടുത്തും. അങ്ങനെയുള്ളവർക്ക് പിന്നെയും പുനർജനിച്ച് ഇങ്ങനെ പോകേണ്ടി വരും. അതിനാൽ അങ്ങയുടെ ആഗ്രഹം പാലിക്കാൻ, അങ്ങയുടെ ആഗ്രഹം എന്താണ്? എന്നെ മരണത്തിന് കൊടുക്കുക. അതുകൊണ്ട് എന്നെ അനുവദിക്കുക.
അപ്പോൾ പിന്നെ അച്ഛനെന്ത് ചെയ്യാൻ പറ്റില്ല, പൂർവികരെല്ലാം ആചരിച്ചല്ലേ, തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ, പിന്നെ നരകത്ത് പോകുന്നല്ല മോഹം പറയുകയാണ്. ശരി, അച്ഛന് പിന്നെ വേറെ വഴിയൊന്നുമില്ല, എന്നാൽ നീ ഓട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യമരാജ്യത്തിലേക്ക് പോയി. യമൻ്റെ രാജ്യത്ത്, യമനാണല്ലോ മരണത്തിൻ്റെ ദേവൻ. യമരാജ്യത്തിലേക്ക് പോയപ്പോൾ യമരാജാവ് അവിടെ ഇല്ലായിരുന്നു. ഇതിലൂടെയെല്ലാം ചില ആശയങ്ങളാണ് നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പം യമരാജനാടെ ഇല്ലായികയാൽ അവൻ 3 ദിവസം അവിടെ അന്നവും ജലവും കഴിക്കാതെ കഴിഞ്ഞു. 3 ദിവസം ഒന്നും കഴിക്കാതെ കഴിഞ്ഞു. കാരണം നമ്മളൊരാളെ യമൻ്റെ അടുത്ത് വന്നതാണ്, അപ്പോൾ ഭക്ഷണവും കഴിച്ചിട്ട് ഇരിക്കുന്നതൊന്നും ശരിയല്ല. നമ്മളെന്ത് വേണം, കണ്ടതിൻ്റെ ശേഷം മാത്രമേ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് 3 ദിവസം ഭക്ഷണവും ജലവും കഴിക്കാതെയാണ് ഇരുന്നത് യമനെ കണ്ടതിൻ്റെ ശേഷം. കാരണം യമന് വേണ്ടിയിട്ട് അയച്ചിരിക്കുകയാണല്ലോ, അച്ഛൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ് യമന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ആ കർമ്മം ചെയ്യേണ്ട കർമ്മം ചെയ്തതിൻ്റെ ശേഷം പിന്നെ ബാക്കി. ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതാദ്യം ചെയ്യുക, അല്ല അതിൻ്റെ ഇടയ്ക്ക് തിന്നാനും ഹോട്ടലിൽ കയറി ഒരു ചായ എല്ലാം കുടിച്ച് അപ്പരിപാടിയൊന്നും ശരിയാതല്ല. നമ്മൾ ഒന്നിന് പോകുമ്പോൾ അതിന് തന്നെ മനസ്സ് അതിലായിരിക്കും. അപ്പോൾ ഈ യജമാനൻ്റെ പത്നി ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം പത്നി വന്നപ്പോൾ പത്നി അദ്ദേഹത്തോട് പറയുകയാണ്, യമനോട്, എൻ്റെ അത് 7 വൈശ്വാനര പ്രവിശത്യതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യൈതാം ശാന്തിം കുറുവന്തി ഹര വൈവസ്വതോദകം. സാക്ഷാൽ അഗ്നി എന്ന് തോന്നിക്കുന്ന ഒരു ബ്രാഹ്മണൻ അതിഥിയുടെ രൂപത്തിൽ ഗൃഹത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. അയാൾ തുടർച്ചയായി 3 ദിവസം ജലപാനം കഴിക്കാതെ ഇരിക്കുകയാണ്. അയാളുടെ പാദം കഴുകുവാനായി ജലവുമായി ഉടൻ പോകുക. അവനെ ശുശ്രൂഷിച്ചാൽ അവൻ ശാന്തനാകും. പത്നി പറഞ്ഞു, സാക്ഷാൽ അഗ്നിയെന്ന് തോന്നിക്കുന്ന ഒരു ബ്രാഹ്മണൻ അതിഥിയുടെ രൂപത്തിൽ ഗൃഹത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഒരു അതിഥി, ഒരു കണ്ടാൽ നല്ലൊരു അഗ്നിയെപ്പോലെ തിളങ്ങുന്ന ഒരു പയ്യൻ, ഒരു ബ്രാഹ്മണൻ അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്, ഗൃഹത്തിൽ വന്നു പോയിരിക്കുന്നു. അയാൾ തുടർച്ചയായി 3 ദിവസം ജലപാനം പോലും കഴിക്കാതെ ഇരിക്കുകയാണ്. അവൻ ഒരു ജലം പോലും കഴിച്ചിട്ടില്ല. അങ്ങനെ കണ്ടതിൻ്റെ ശേഷം മാത്രമേ ജലം കഴിക്കുകയുള്ളൂ. കാരണം അവനെ അങ്ങേക്ക് വിട്ടതാണ്. പിന്നെ അങ്ങേരെ സമ്മതമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ പാദം കഴുകുവാനായി ജലവുമായി ഉടൻ പോവുക. അതുകൊണ്ട് എന്ത് വേണം, ഒരു അതിഥി വന്നാൽ സൽക്കരിക്കണ്ട. ഇതിലൂടെ പറഞ്ഞു തരുന്നത്, ഒരു അതിഥി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ സൽക്കരിക്കണം. ആര് വീട്ടിൽ വന്നാൽ, ശത്രുവായിക്കോട്ടെ അതിഥിയായി വരികയാണെങ്കിൽ അവരെ സൽക്കരിക്കണം. വീട്ടിലേക്ക് വരികയാണ്. ഇപ്പം ശത്രു തന്നെ വരികയാണെങ്കിൽ വീട്ടിൽ വർദ്ധിക്കുന്നതിന് അടിപിടി കൂടാനല്ലല്ലോ വരിക, യുദ്ധം ചെയ്യാനല്ല വരുന്നത്. എന്തിന് താണിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ, ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ സൽക്കരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, മോശമാണ്. ഒരു അതിഥി വീട്ടിൽ വന്നിട്ട് സൽക്കരിച്ചിട്ടില്ലെങ്കിൽ ദോഷങ്ങളാണ് എന്ന നിലയിൽ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിഥി സൽക്കാരത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അവനെ ശുശ്രൂഷിച്ചാൽ അവനെ ശാന്തമാകും. അപ്പോൾ എന്ത് വേണം, അവനെ പോയി ശുശ്രൂഷിച്ചിട്ട് അവനെ ശാന്തമാക്കുക. അല്ലെങ്കിൽ വലിയ പാപാണ് വരുന്നത്. ആർക്കാണ്? യമരാജന്. ഇനി ഒറ്റൽ എന്താ പറയുന്നത് നോക്കാം. ആശാ പ്രതീക്ഷേ സംഗതം സുനൃതാം ച ഇഷ്ടാപൂർത്തേ പുത്രപശുംശ്ച സർവാൻ ഏതദ്ഭൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യ നശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. ഏതൊരുവൻ്റെ ഭവനത്തിൽ അതിഥി ബ്രാഹ്മണൻ വിശന്നിരിക്കുന്നുവോ അവന് യാതൊന്നും ലഭിക്കില്ല. പലതും കിട്ടിയാലും ഗുണമില്ല. അവൻ്റെ വാക്കുകളിലെ മാധുര്യം നഷ്ടപ്പെടും. സത്യവും അവനിൽ നശിക്കും. അവൻ്റെ എല്ലാം നശിക്കും. അവൻ്റെ പുത്രഗോക്കളെ എല്ലാം പൂർവ്വപുണ്യത്തോടൊപ്പം നശിക്കും.
അപ്പം ഏതൊരുവൻ്റെ ഭവനത്തിൽ അതിഥി ബ്രാഹ്മണൻ വിശന്നിരിക്കുന്നുവോ അവന് യാതൊന്നും ലഭിക്കില്ല. ആരെങ്കിലും വീട്ടിൽ, അതിൻ്റെ ദോഷം പറയുകയാണ്, ആരെങ്കിലും അതിഥിയായിട്ട് വന്നത്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ബ്രാഹ്മണമൊന്നുമല്ല കേട്ടോ, ബുദ്ധിപരമായിട്ട് ബ്രഹ്മവുമായിട്ട് അടുക്കുന്നവരെ, എല്ലാ ജ്ഞാനവും കഴിഞ്ഞ നല്ല ആൾക്കാർ വന്നാൽ അവർ ഇരിക്കുകയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടില്ല. വല്ലതും കിട്ടിയാലും ഗുണം കിട്ടില്ല. അങ്ങനെയുള്ള വീട്ടിൽ എന്ത് കിട്ടിയാലും അതിൻ്റെ ഫലം കിട്ടാൻ പോകുന്നില്ല. അവൻ്റെ വാക്കുകളിലെ മാധുര്യം നഷ്ടപ്പെടും. അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കിലെ മാധുര്യവും നഷ്ടപ്പെടും. സത്യവും അവനിൽ നശിക്കില്ല. അങ്ങനെയുള്ളവനിൽ സത്യമൊന്നും കാണാൻ പറ്റില്ല. അവൻ്റെ സത്യമെല്ലാം നശിച്ചു പോകും. അവൻ്റെ എല്ലാം നശിക്കുകയും ചെയ്യും. കുടുംബം തന്നെ നശിച്ചു പോകും. അവൻ്റെ എല്ലാം നശിക്കും. അതായത് അത്രയും അതിഥി സൽക്കാരത്തിന് അത്രയും വലിയ പ്രാധാന്യമാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനാൽ അവൻ്റെ പുത്രന്മാരും ഗോക്കളും എല്ലാം പൂർവ്വ പുണ്യത്തോടൊപ്പം നശിക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പട്ടിണിക്കിട്ടാൽ, വീട്ടിൽ വരുന്ന അതിഥിയെ പട്ടിണിക്കിട്ടാൽ നമ്മുടെ കുടുംബം പോലും നശിക്കും എന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു പാപമാണ് എന്ത്, ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പട്ടിണി കിടക്കാൻ പാടില്ല. നമ്മൾ കഴിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയൊക്കെ അവന് കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കും. അവർക്ക് വേണ്ട അവരെ തൃപ്തിപ്പെടുത്തി വിടണം. ഇതാണ് ഇത് നൽകുന്ന മറ്റൊരു ഉപദേശം.